അപ്പോൾ അന്നത്തെ കാലത്ത് ഈ പെൺമക്കളെ പഠിപ്പിച്ചു, അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് അങ്ങനെ പോകാനും ഒക്കെ സപ്പോർട്ട് ചെയ്ത അമ്മയാണ്. മൂത്ത ഏട്ടൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഈ കാര്യത്തിലൊന്നും അങ്ങനെ അമ്മയുടെ തൻ്റെ ഇടമാണ്, അല്ലെങ്കിൽ ആ ഒരു 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 സ്ത്രീ എന്നുള്ള രീതിയിൽ അമ്മ കാണിച്ച ആ ധൈര്യവും സംഗതിയും എന്നെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ പിന്നെ അങ്ങ് വരെ പഠിച്ച് SLC വരെ പോയി. അത് കഴിഞ്ഞ് അന്ന് പ്രീ ഡിഗ്രിയാണ്, +2 അല്ല, പ്രീ ഡിഗ്രി അതും കഴിഞ്ഞ്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ ചെറിയൊരു ആലോചന വന്നു, ഒരു സന്യാസ സമൂഹത്തിൽ ചേരണം. എന്താണ് അതിന് പ്രേരണയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ഒരു സന്യാസ സമൂഹത്തിൽപ്പെട്ട ആളാണ്. പുള്ളിയെ എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക്. ഏതായാലും അന്ന് അങ്ങനെ ഞാൻ തീരുമാനിച്ച് അങ്ങനെ പോയി. പക്ഷെ അതിൽ ഒബ്ജക്റ്റ് ചെയ്ത് എൻ്റെ ഒരു പെങ്ങളാണ്. 7 കൊല്ലം ഒന്നിച്ച് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ ജീവിച്ചിട്ടുണ്ട്. ആ ജീവിതം തന്നെ ഒരു ഭയങ്കര വഴിത്തിരിവായിരുന്നു. പുള്ളി തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള 1-2 സംഗതികളുണ്ട്. ഒരുപാട് പള്ളികളുണ്ട് തിരുവനന്തപുരം രൂപതയുടെ പുള്ളിയുടെ കീഴിലുള്ള. അവിടെ പോയി കുർബാന ചെല്ലും, അവരിൽ നിന്ന് പിരിവ് മേടിക്കും, വമ്പം പിരിവൊക്കെ എടുത്തിട്ട് വലിയ പള്ളികൾ കെട്ടുക, ഇതൊക്കെയാണ് നടന്നുകൊണ്ട്. പക്ഷേ ആ ജനത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പുള്ളിയുടെ. എൻ്റെ കുട്ടിക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനൊരു പ്രത്യേകതയും കാണുന്നില്ല. ഒരു സാധാരണ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു. ഒരു കത്തോലിക്ക കുടുംബത്തിൻ്റേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ഞാൻ ജനിച്ചത് സീറോ മലബാർ ഇതിൽപ്പെട്ട കാത്തലിക് കുടുംബത്തിലാണ്. പക്ഷേ ഞാൻ ഇന്ന് പുറകോട്ട് നോക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതൽ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ചില സംഗതികളുണ്ട്. അത് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റും. അത് എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഒരു പ്രത്യേകതയല്ല, പക്ഷേ ഞാനിന്ന് റിഫ്ലക്റ്റ് ചെയ്യണ എന്നെ, അതായത് എൻ്റെ അപ്പൻ എനിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചുപോയി. അമ്മയാണ് ഞങ്ങളെ വളർത്തിയത്. അപ്പോൾ ഞങ്ങൾ 7 മക്കളുണ്ടായിരുന്നു, 7-8 പേര്, ഒരാൾ മരിച്ചുമായിരുന്നു. അപ്പോൾ മൂത്ത ജ്യേഷ്ഠൻ ഒരു ചെറിയ ബ്ലാക്ക് ഷീപ്പായിരുന്നു. പുള്ളി സ്വന്തം ഉള്ളതും കുടുംബത്തിലുള്ളതും കൂടെ കളയാൻ ടൈപ്പുള്ളൊരു. പിന്നെ 4 പെങ്ങന്മാർ, പിന്നെ ഞങ്ങൾ 2 ആണുങ്ങളും. അങ്ങനെ 3 ആണും 4 പെണ്ണും അങ്ങനെയാണ്. അപ്പോൾ അപ്പൻ ബുദ്ധിപൂർവ്വം ഒരു സംഗതി ചെയ്തു. മൂത്ത മകൻ അങ്ങനെയാണ്, കുടുംബം നോക്കില്ല. അപ്പോൾ എല്ലാ സ്വത്തും, ഞങ്ങൾക്ക് കുറേ സ്വത്തുണ്ടായിരുന്നു, എന്ന് പറഞ്ഞാൽ കുറേ ഭൂമി ഉണ്ടായിരുന്നു, അത് അമ്മയുടെ പേരിൽ എഴുതി വെച്ച അപ്പൻ. അപ്പോൾ മൂത്ത ഏട്ടന് ഒന്നും ചെയ്യാൻ പറ്റാതെ തോന്നും. അപ്പോൾ അമ്മയാണ് എല്ലാം നോക്കിയത്. ഭയങ്കര തൻ്റെടിയാണ്. അത് ഞാൻ റീകോൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. തൻ്റെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ 4 പെൺമക്കൾ അന്നത്തെ കാലത്ത് ഐറ്റങ്ങൾ കെട്ടിച്ചു വിടണ്ടേ, ഭാവി നോക്കണ്ടേ. വളരെ തൻ്റെ ഇടത്തോടു കൂടി കുടുംബത്തെ നിലനിർത്തിയ ഒരു 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 വ്യക്തിയായിരുന്നു അമ്മ. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ പെൺപിള്ളേർ SSLC ഒക്കെ ആകുമ്പോഴത്തേക്കും പഠനം നിർത്തി പിന്നെ കെട്ടിച്ചു വിടുക എന്നുള്ളതാണ്. അമ്മ ഇവരെ പഠിപ്പിച്ചു, അമ്മ പെൺമക്കളെ പഠിപ്പിച്ച്. എന്നിട്ട് അന്നത്തെ കാലത്ത് അവർ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ, അവർ നേഴ്സുകളായി. അതിൽ 3 പേരും, 3 അവസാനം 4 പേരും നേഴ്സുകളായി. അങ്ങനെ ആദ്യത്തെ 2 പേര് നേഴ്സായിട്ട് അവർ അന്ന് ജർമ്മനിക്കൊക്കെ പോകാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ 2 പേര് ജർമ്മനിക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ അവർ 75 മുമ്പ് പോയതായതുകൊണ്ട് അവർക്കൊരു പ്രശ്നം ഉണ്ടായില്ല. അതിലൊരാൾ ഇപ്പോഴും ഉണ്ട്, വയസ്സായിട്ട് ജർമ്മനിയിലുണ്ട്, ഒരു ജർമ്മനിയെ കല്യാണം കഴിച്ച്. വേറൊരാളുണ്ടായിരുന്നു, പുള്ളിക്കാരി അതുപോലെ തന്നെ നേഴ്സിംഗ് പണി ചെയ്ത് അവിടെ പുള്ളിക്കാരി ഒരു ജർമ്മനെ കല്യാണം കഴിച്ച്.
അപ്പോൾ പുള്ളിക്കാരിയും ഭർത്താവും മരിച്ചുപോയി. അവർക്ക് 3 മക്കളുണ്ട്. എനിക്ക് 3 നെവ്യൂസ് ഉണ്ട് ജർമ്മനിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന വിഷയം അതല്ല, അമ്മയുടെ തൻ്റെ ഇടമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ പെൺമക്കളെ പഠിപ്പിച്ചു, അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് അങ്ങനെ പോകാനും ഒക്കെ സപ്പോർട്ട് ചെയ്ത അമ്മയാണ്. മൂത്ത ഏട്ടൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഈ കാര്യത്തിലൊന്നും അങ്ങനെ അമ്മയുടെ തൻ്റെ ഇടമാണ്. അല്ലെങ്കിൽ ആ ഒരു 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 സ്ത്രീ എന്നുള്ള രീതിയിൽ അമ്മ കാണിച്ച ധൈര്യവും സംഗതിയും എന്നെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്തു. അതുപോലെ ഈ 4 പെങ്ങന്മാരും അമ്മയും അവരെന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് എന്നിൽ ബാക്കിയുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് സ്ത്രീകളോട് ഭയങ്കര ബഹുമാനമാണ്. ഐ റെസ്പെക്ട് ദം റിയലി ബിക്കോസ് ഇറ്റ് ഈസ് നാച്ചുറലി ബിൽറ്റ് ഇൻ മീ അന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് വന്നപ്പോൾ എന്തെന്നാ ഒറ്റയ്ക്ക് എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഇപ്പോൾ സ്ത്രീകളോടൊക്കെ ആകുമ്പോൾ വളരെ അടുത്ത് പെരുമാറാറുണ്ട്. ഇപ്പോൾ വയസ്സെയ്യുന്ന ഒരു സ്ത്രീയാണ്, പലപ്പോഴും ഇവിടെ തങ്ങും വരും. ഞാൻ വയസ്സായതുകൊണ്ട് അങ്ങനെ ഇവിടെ നിന്നുള്ള അന്ന് മുതലുള്ള ഒരു സ്ത്രീയാണ്, ഒരു അംഗൻവാടി ടീച്ചറായി. അങ്ങനെ ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ പോയതാണ്. അപ്പോൾ സ്ത്രീകളോട് എനിക്കുണ്ടായിരുന്ന ആ ഒരു സമീപനം എനിക്ക് റീപേ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇവിടെ. സ്ത്രീകൾക്കും അറിയാം, അവർക്ക് പെട്ടെന്നറിയാം പുരുഷന്മാർ എങ്ങനെയാണ് ആ സ്ത്രീകളോട് പെരുമാറുന്നതെന്ന് നമ്മളൊക്കെ അറിയണതിന് മനസ്സിലാക്കുന്നതിന് മുമ്പ് അവർ മനസ്സിലാക്കും. അത് ഈ മനുഷ്യൻ എങ്ങനെയുണ്ട്, ആൾ ഡീസൻ്റ് ആണോ, നമ്മളോട് എങ്ങനെ പെരുമാറുന്നില്ല, അവർക്കത് സെൻസ് ചെയ്യാനുള്ള പ്രത്യേക കഴിവുണ്ട്. അങ്ങനെ അത് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് നമ്മളോട്, അപ്പോൾ ഫ്രീ ആയിട്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തെന്ന കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാനോ അടുത്ത് സഹകരിച്ച് പ്രവർത്തിക്കാനൊക്കെ തയ്യാറാവും. അപ്പോൾ അത് അങ്ങനെ ഒരു ഗുണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണ് വാസ്തവത്തിൽ അത്, ആ സ്ത്രീകളോടുള്ള സമീപനം. പിന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സാധാരണ രീതിയിൽ ഞാനും പഠിക്കാൻ പോയി. ചേട്ടന്മാർ രണ്ടുപേരും പഠിക്കില്ലായിരുന്നു, അവരെ ഇടയ്ക്ക് വെച്ച് നിർത്തി. ഞാൻ പിന്നെ അങ്ങ് വരെ പഠിച്ച് SLC വരെ പോയി. അത് കഴിഞ്ഞ് അന്ന് പ്രീ ഡിഗ്രിയാണ്, +2 അല്ല, പ്രീ ഡിഗ്രി അതും കഴിഞ്ഞ്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ ചെറിയൊരു ആലോചന വന്നു, ഒരു സന്യാസ സമൂഹത്തിൽ ചേരണമെന്ന്. എന്താണ് അതിന് പ്രേരണയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ഒരു സന്യാസ സമൂഹത്തിൽപ്പെട്ട ആളായിരുന്നു. പുള്ളി എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക്. ഏതായാലും അന്ന് അങ്ങനെ ഞാൻ തീരുമാനിച്ച് അങ്ങനെ പോയി. പക്ഷെ അതിൽ ഒബ്ജക്റ്റ് ചെയ്ത് എൻ്റെ ഒരു പെങ്ങളാണ്. പുള്ളിക്കാരി പറഞ്ഞു, എടാ എന്തിനാ ഇപ്പോഴേ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരെ, നീ കോളേജിലൊക്കെ പോകും, പഠിച്ച് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. ആ പുള്ളിക്കാരി കറക്റ്റായിരുന്നു. പക്ഷെ ഞാനത് കേട്ടില്ല. അല്ല, അതുകൊണ്ട് വലിയ മിസ്റ്റേക്ക് ഒന്നും ഉണ്ടായിരുന്നല്ല, വേറെ വഴിക്ക് ആയനെയായിരുന്നു അങ്ങനെ പോയിരുന്നെങ്കിൽ. ഏതായാലും അതിലും സ്ത്രീകളുടെ ഒരു പങ്കുണ്ട്. അങ്ങനെ കുടുംബജീവിതം, അമ്മയായിട്ടുള്ള ഇത് അമ്മയ്ക്ക് വലിയ സന്തോഷമായിരുന്നു ഞാൻ ഈ സന്യാസ സമൂഹത്തിൽ പോകും. അമ്മ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ അച്ഛനായതിന് ശേഷം അച്ഛനായി കണ്ടിട്ട് എനിക്ക് മരിച്ചാൽ മതി എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് നടക്കുകയും ചെയ്തു. ഞാൻ അച്ഛനായി സന്യാസ സമൂഹത്തിൽ ചേർന്നു. സന്യാസ സമൂഹം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ചേർന്ന സമൂഹത്തെ പറ്റി എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഒരു വേറിട്ട വഴിക്കൂടെ സഞ്ചരിച്ചു. അതായത് ഈ സന്യാസ സമൂഹത്തിൽ ചേർന്നു. അവർ സാധാരണ പോകുന്ന വഴിക്കല്ല, എൻ്റേതായിട്ടുള്ളൊരു വഴി തുറന്നുകൊണ്ട് ഞാൻ, പക്ഷെ അതിൽ നിന്ന് വിട്ടുപോയില്ല. സന്യാസ സമൂഹത്തിൽ തന്നെ നിന്നുകൊണ്ട് അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള സപ്പോർട്ടൊക്കെ കിട്ടി. അങ്ങനെയാണ് ഇന്ന് വരെ ഇവിടെ നിലനിന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ വരുന്നത് എൻ്റെ സന്യാസ സമൂഹം എന്നെ അയച്ചതൊന്നുമല്ല. മനസ്സിലാവുന്നുണ്ടോ? അത് ഞാൻ തിരഞ്ഞെടുത്താണ്. അപ്പോൾ എനിക്ക് അപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടായി. ഇപ്പോൾ തോമസ് കോച്ചേരി ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ഒരാളാണ്. സെമിനാരിലൊക്കെ ഒന്നിച്ച്, പുള്ളിയുടെ അവസാന കാലഘട്ടത്തിൽ ഞാൻ പുള്ളിയോടൊപ്പം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് മരിച്ചത്. അങ്ങനെ ആ സന്യാസ സമൂഹത്തിൽ ചേർന്ന് ഞങ്ങൾ ഞാൻ മാത്യു ഊട്ടുകുളം എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. പുള്ളി വിട്ടുപോയി സഭ. അങ്ങനെ ആ സഭയെ തന്നെ നിന്നുകൊണ്ട്, പിന്നെ സഭയെ തന്നെ ഈ സന്യാസ സമൂഹം എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ, കത്തോലിക്ക സഭയിൽ തന്നെ നിന്നുകൊണ്ട് ഫങ്ഷൻ ചെയ്യുന്ന
ഒരു ഗ്രൂപ്പുകളാണ്. ജെസ്വിറ്റ്സ്, CMI, അതുപോലെ ഒന്നാണ് ദിവ്യരക്ഷക സഭ എന്ന് പറയുന്നത്. ഞങ്ങളത്ര വലുതൊന്നുമല്ല. ബാംഗ്ലൂർ കേന്ദ്രമായിട്ടുള്ളൊരു സന്യാസ സമൂഹമാണ്. കേരളത്തിൽ 2 സെൻറ്ററുണ്ട്. അങ്ങനെ ആ സമൂഹത്തിൽ ചേർന്ന് ഞങ്ങൾ ഇപ്പോൾ ഈ തോമസ് കോച്ചേരിയുടെ പുള്ളി വേറൊരു വഴിക്ക് പോയെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഞങ്ങൾ 7 കൊല്ലം ഒന്നിച്ച് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ ജീവിച്ചിട്ടുണ്ട്. ആ ജീവിതം തന്നെ ഒരു ഭയങ്കര വഴിത്തിരിവായി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അച്ഛന്മാരായിട്ട് അവിടെ പോയി. ഞങ്ങൾ ഒന്നും ഒളിച്ചു വെച്ചിരുന്നു, ഞങ്ങൾ അച്ഛന്മാർ തന്നെ. അപ്പോൾ ആ ഇടവകയുടെ ചാർജ് തന്നു ബിഷപ്പ്. അന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബിഷപ്പും ഉണ്ട്, തിരുവനന്തപുരത്തെ ആദ്യത്തെ ഇന്ത്യൻ ബിഷപ്പ് ബെർണാഡ് പരേര. പുള്ളിക്ക് എന്തെങ്കിലും ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു ബിഷപ്പായിരുന്നു. അപ്പോൾ തോമസ് കോച്ചേരി ഭയങ്കര റാഡിക്കലാണ്, പലതൊക്കെ ചെയ്തു കളയുന്ന പുള്ളിക്ക് അറിയാം. പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് പുള്ളി എൻ്റെ ജനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പുള്ളി തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള 1-2 സംഗതികളുണ്ട്. ഒരുപാട് പള്ളികളുണ്ട് തിരുവനന്തപുരം രൂപതയുടെ പുള്ളിയുടെ കീഴിലുള്ള. അവിടെ പോയി കുർബാന ചെല്ലും, അവരിൽ നിന്ന് പിരിവ് മേടിക്കും, വമ്പം പിരിവൊക്കെ എടുത്തിട്ട് വലിയ പള്ളികൾ കെട്ടുക, ഇതൊക്കെയാണ് നടന്നുകൊണ്ട്. പക്ഷേ ആ ജനത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പുള്ളിയുടെ. അപ്പോൾ തോമസ് കോച്ചേരി വന്നപ്പോൾ പുള്ളിയുടെ നമ്മളോട് പുള്ളി തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. പുള്ളിക്ക് സന്തോഷമായിരുന്നു. ഒരുപാട് എതിർപ്പുകളുണ്ടായി മറ്റച്ഛന്മാരുടെ കയ്യിൽ നിന്നൊക്കെ. പക്ഷേ പുള്ളി ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ 7 വർഷം അവിടെ നിന്നു. ഞങ്ങൾ ഭയങ്കര റാഡിക്കലായിട്ടാണ് പോയത്. അച്ഛന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉടുപ്പിട്ടുകൊണ്ടൊക്കെ പോയി പള്ളി നോക്കുന്ന കുർബാന ചെയ്യുന്ന സമയത്ത് ഉടുപ്പൊക്കെ ഇട്ട് കുർബാന ചെല്ലും. അത് കഴിയുമ്പോൾ അവർ തന്നെ പറയും, അച്ചോ ഉടുപ്പ് മാറ്റി വെക്കും. അപ്പോൾ ആ ഇടവക ഞങ്ങൾ തുടങ്ങുന്നതിന് അവിടെ ആദ്യം തുടങ്ങിയത് ഒരു കമ്പവല മേടിച്ചുകൊണ്ടാണ്. ഈ കമ്പവല എന്ന് പറഞ്ഞാൽ അറിയാമോ, ഒരു 40 ആൾ വേണം ആ വല, കരമടി എന്നും പറയുവതിന്. ഒരു 40 ആൾ വേണം ആ പരമ്പരാഗത വലയും വർക്ക് ചെയ്യണമെങ്കിൽ. ഒരു സൈഡിൽ 20 പേര്, ഒരു സൈഡിൽ 20 പേര്. അതൊരു മാക്സിമമാണ്. 15 പേരുണ്ടെങ്കിലും വലിക്കാം. എന്നിട്ട് ഇതിങ്ങനെ പോയി വളഞ്ഞ് 1-2 മൈലുകൾ വേണമെങ്കിൽ പോവാം കടലിലേക്ക്. പക്ഷെ വടമായിരിക്കും ഇടുന്നത്, അസൽ വല ഇടില്ല. അസൽ വല മീൻ കണ്ടതിന് ശേഷം ഇടുള്ളൂ. അങ്ങനെ വളഞ്ഞ് വന്ന് മീൻ കാണുമ്പോൾ ആ വലയുടെ ഭാഗം ഇടും. അപ്പോൾ ആ വലയിലാണ് ഇത് കയറുന്നത്. അങ്ങനെ ഒരു ഭയങ്കര സംഭവം ഈ കരമടി എന്ന് പറഞ്ഞാൽ. പരമ്പരാഗത കണ്ടുപിടുത്തങ്ങളിൽ ആരെങ്കിലും ഒരു സ്റ്റഡി നടത്തേണ്ട അതിൻ്റെ ആ ജീനിയസ് അതിൻ്റെ പുറകിലുള്ള. അങ്ങനെ അത് മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ തുടങ്ങുന്നത്. എന്നിട്ട് ഞങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കി അവിടെ ഇടവകയിലെ ചെറുപ്പക്കാർ, ഞങ്ങൾക്ക് 10-40 ആളുകൾ കിട്ടി. അങ്ങനെ ഞങ്ങളത് ഓപ്പറേറ്റ് ചെയ്ത് ഞങ്ങൾ വലിക്കാൻ പോകും. വലിയെന്ന് പറഞ്ഞാൽ അന്ന് നല്ല ചെറുപ്പമല്ലേ, ഇത് വടംവലി പോലെയാണ്. ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കണ്ട, കുറേ നേരം ഇങ്ങനെ വലിച്ചിട്ട് പിന്നെ പയ്യെ വിടും, പിന്നെ വലിക്കുക. അങ്ങനെ ആ ഒരു താളത്തിന് വലിക്കണത്. അങ്ങനെ 2 കിലോമീറ്റർ പോയിട്ട് അത് മുഴുവൻ വലിച്ചുകൂടെ കൊണ്ടുവരണ്ടേ. അങ്ങനെ അതിൽ ഞാൻ ഇത്രയും ഡീറ്റെയിലായിട്ട് മീൻ പിടിക്കുന്ന കാര്യം പറയാൻ കാരണം ഞങ്ങളതിൽ നല്ല പണിക്കാരായി. കരയിൽ അതിനകത്ത് ഏറ്റവും നല്ല പണിക്കാരെന്ന് പറഞ്ഞ് കടലിലും പോകുന്നവരാണ്. ഈ കടലിലും പണിയുണ്ടല്ലോ, പോയി ഇടണം, വരണം, ചില സമയത്ത് അവിടെ പോയി മീൻ അടിച്ച് കയറ്റുക എന്നൊക്കെ പറഞ്ഞാൽ കടലിലിറങ്ങണം. ഞങ്ങളതിന് എക്സ്പേർട്ടല്ല. നമ്മൾ എത്ര പണിതാലും കടപ്പുറത്തുകാരല്ലെങ്കിൽ അത് അവിടുത്തെ ജന്മം തന്നെയാണ്, അതിന് ആ കഴിവ് വേണം, നമുക്കത് പറ്റില്ല. ഞങ്ങൾ കര നിന്ന് ബിരുദന്മാരാണ്. അപ്പോൾ കര നിന്ന് പണിയുന്ന ഒരു പണിക്കാരന് കൊടുക്കണം മാക്സിമം കൂലി ഞങ്ങൾക്ക് കിട്ടും, അവർ തരുമായിരുന്നു. അപ്പോൾ സീസൺ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ആ വരുമാനം കൊണ്ട് ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ 7 വർഷം. പക്ഷെ പിന്നീട് ഭയങ്കര എതിർപ്പുണ്ടായി. തോമസ് കോച്ചേരി യൂണിയനിലേക്കൊക്കെ പോയി. ആ യൂണിയൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ്. യൂണിയനിലേക്കൊക്കെ പോയി ഭയങ്കര എതിർപ്പായി. ബിഷപ്പ് മരിച്ചും പോയി, ഞങ്ങളുടെ ബാക്കിങ് പോയി. അപ്പോൾ പിന്നെ എന്താ, നിങ്ങൾക്കറിയാമല്ലോ, ഈ അച്ഛന്മാരിങ്ങനെയൊക്കെ ചെയ്യണത് ഇഷ്ടപ്പെടില്ല. അതല്ല അവരുടെ പണി. അച്ഛന്മാരുടെ പണി എന്ന് പറഞ്ഞാൽ കുർബാന ചെല്ലുക, പൂജാരി വർക്ക്, ആ ടൈപ്പ്. അത് ഞങ്ങൾക്ക് ഡിഗ്രി ചെയ്യാനും പറ്റുള്ളൂ. അതാണ് ഞങ്ങൾ ഇന്നും എനിക്കുള്ളൊരു സംഘർഷങ്ങളിലൊന്നതാണ്. ഈ അച്ഛന്മാരാകുന്നത് ഒരു വെറും പൂജാരിപ്പണി. അതായത് പല കർമ്മങ്ങൾ നടത്തി ദൈവത്തിൻ്റെ ആളുകൾ ഞങ്ങളാണ്, ഞങ്ങൾ വഴിയാണ് ഈശ്വരൻ വരുന്നത്. ഇതൊക്കെയാണ് സ്ഥാപിച്ച് വെക്കുന്നത്.
അപ്പോൾ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇടവകയുടെ ചാർജുണ്ട്, എനിക്കല്ല, എൻ്റെ ആശ്രമത്തിലുള്ളവർ നടത്തുന്ന ഒരു ഇടവകയുണ്ട്. ഞാനവിടെ പോകാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്, പലതും നിരീക്ഷിക്കാറുണ്ട്. ഇന്നും അത് തന്നെ. ഞാൻ അവരോടൊക്കെ പറയും, ഇത് വെറും പൂജാരിപ്പണിയാണ്. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിഞ്ഞൂടെ. ഇങ്ങനെ ഒരു പൂജാരിപ്പണി യേശുക്രിസ്തു തുടങ്ങിയിട്ടുണ്ടോയെന്ന് ഞാൻ ഇതുവരെ സുവിശേഷത്തിൽ കണ്ടിട്ടില്ല. ഇതും ചെയ്തുകൊണ്ട് അതൊരു വരുമാന മാർഗമാക്കി ആ ഡ്രസ്സ് വിട്ട് അസൽ പൂജാരികളാണ് ഞാൻ പറയാറുണ്ട് അവരുടെ പച്ചയ്ക്ക്. പക്ഷെ അവർ ചിലരൊക്കെ ഞാൻ പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്ക് ജീവിക്കണ്ടേ. അവരുടെ വരുമാന മാർഗവും ജീവിതമാർഗവും ഒക്കെ ഈ പൂജാരിപ്പണി തന്നെ. പക്ഷെ അതിനെ അവർ ചോദ്യം ചെയ്യില്ലല്ലോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നും ആ പ്രശ്നമുണ്ട് എനിക്ക്. അതായത് ഞാനൊരു പൂജാരിയായിട്ട് എനിക്ക് കാണാൻ എനിക്ക് പ്രശ്നം. ഈ സന്യാസ സമൂഹങ്ങളെന്ന് പറഞ്ഞത് ഭയങ്കര അർത്ഥമുള്ള സംഭവമാണ്. നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഇത് തുടങ്ങിയിട്ടുള്ളവർ, അതായത് വളരെ വളരെ ആത്മാർത്ഥമായിട്ട് ജീവിച്ച് ജനങ്ങളിലേക്ക് ചെന്ന് ഇഴുകി ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ. അവിടെ ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്ദേശം ജീവിച്ച് കാണിക്കുക, അങ്ങനെ സാക്ഷ്യം വഹിക്കുക, അതാണ് വേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ. അങ്ങനെ ഇപ്പോൾ ചെറുപ്പകാലത്തെ പറ്റിയാണ് ചോദിച്ചത്. ഇപ്പോൾ ചെറുപ്പകാലത്തിൽ അതിനുള്ള വിത്ത് ഇന്ന് ഞാൻ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് എന്തൊക്കെയോ ഗുണം ചെയ്ത, എനിക്ക് നന്മ ചെയ്ത ഒരുപാട് സംഗതികൾ ആ കാലത്ത് മുതലേ എനിക്കുണ്ടായിട്ടുണ്ട്.